എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഡ് സെറ്റ് ബ്ലൗസിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ എങ്ങനെയാണ് പാറ്റേൺ മേക്ക് ചെയ്യാന്നുള്ളതും മേക്ക് ചെയ്തിരിക്കുന്ന പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് ഫാബ്രിക് കട്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതിന്റെ പാർട്ട് 1 കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഒരു കോഡ് സെറ്റിന്റെ സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഇതിലേക്കൊക്കെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സ്ലീവിലേക്കും എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ പീസിന്റെ അടിയിലും ലൈനിങ് വെച്ചിട്ട് എല്ലാ വശങ്ങളും സൈഡ് വശങ്ങളും ഒക്കെ ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ് എങ്ങനെയാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക്കിൽ ഒരു ബോർഡർ ഉണ്ടായിരുന്നു. ആ ബോർഡർ കട്ട് ചെയ്തിട്ട് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എത്ര ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണോ നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു എലാസ്റ്റിക് കടന്നു പോകാൻ ഉള്ള ഒരു ഗ്യാപ്പ് ഇതേപോലെ വെച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ബോർഡർ ഉണ്ടെങ്കിൽ അതേപോലെ ഒരു ബോർഡർ കഴിഞ്ഞിട്ട് വെക്കാം, അതല്ലെങ്കിൽ കുറച്ച് ഫാബ്രിക് കഴിഞ്ഞിട്ട് വെക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഏറ്റവും എൻഡിലായിട്ടാണ് വേണ്ടെങ്കിൽ എൻഡിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഇതേപോലെ ബോർഡർ കഴിഞ്ഞിട്ട് ഈ ഒരു എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മടക്കി കൊടുത്ത ഭാഗം ഈ ബോർഡറിന്റെ അടിയിലേക്കാണുള്ളത്. ഈ ബോർഡറിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് അവിടെ അതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡർ അങ്ങനെ തന്നെ, അതായത് ബോർഡറിന്റെ മുകളിലാണ് എലാസ്റ്റിക് വരിക. അപ്പൊ താഴെ ആ ബോർഡർ അങ്ങനെ തന്നെ ചുരുങ്ങി വരുമ്പോൾ കാണാൻ ഭംഗിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇതേപോലെ ഒന്ന് സ്ലീവിന്റെ പോർഷൻ ഒന്ന് ചെയ്തെടുക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ബോർഡറും കാര്യങ്ങളും ഒന്നുമില്ല, സ്ലീവിന്റെ എൻഡിലായിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ സ്ലീവിന്റെ എൻഡ് ഇതേപോലെ മടക്കി തയ്ക്കുമ്പോൾ ആയത് എലാസ്റ്റിക് കടത്താനുള്ള ഗ്യാപ്പ് വെച്ചിട്ടൊന്ന് തയ്ച്ചാൽ മതി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സെന്ററിലുള്ള രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിന്റെ സെന്റർ പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു പീസിന്റെ നല്ല വശത്തിന് മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത്. ആ 1/2 ഇഞ്ച് സീം അലവൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇത് നിവർത്തി വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് സൈഡിലുള്ള ഒരു പീസ് വെക്കുക. സൈഡിലുള്ള പീസ് വെക്കുന്ന സമയത്ത് താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒരു നെക്കിന്റെ ഷേപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റ് പറ്റില്ല. അപ്പൊ താഴേന്ന് സ്റ്റിച്ച് ചെയ്യാം. താഴേന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് ആ ഡാട്ട് വരുന്നതുകൊണ്ട് ഷേപ്പ്ലെസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് എങ്ങനെയാണോ ആ ഷേപ്പ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗവും ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലോത്ത് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ക്ലോത്തിന്റെ അലൈൻമെന്റ് തെറ്റിപ്പോവും. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണോ ഷേപ്പ് കൊടുത്തിട്ടുള്ളത് ആ ഷേപ്പ് അനുസരിച്ചിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് പീസിൽ 4 പീസായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 പീസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചുളിവുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചുളിവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഈ സീം അലവൻസുകൾ രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് അയൺ ചെയ്യണം. ഈ അയണിങ് സ്റ്റിച്ചിങ്ങിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന അയണിങ്. ഇതേപോലെ ഞാൻ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അയൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കോഡ് സെറ്റ് ബ്ലൗസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിന്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഉണ്ടാവും. ചില ആളുകൾ അതിനകത്തൊരു വയർ ഇട്ട് കൊടുക്കും. അപ്പൊ അത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനെ ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ട് വിടാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ രണ്ട് സൈഡിലേക്ക് 1/2 ഇഞ്ച് വെച്ചിട്ടുള്ള സീം അലവൻസ് ഉണ്ടല്ലോ, ആ സീം അലവൻസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. രണ്ട് ഭാഗം ചെയ്യുക. ഓൾറെഡി നമ്മൾ അയൺ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള അത്രയും ഭാഗങ്ങൾ സെയിം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. രണ്ട് എൻഡിലായിട്ട് ഇതേപോലൊരു സ്റ്റിച്ച് വന്ന് നിൽക്കും. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ കോഡ് സെറ്റിന്റെ ഭംഗി തന്നെ ആ ഒരു സ്റ്റിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് കളയാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ കറക്റ്റ് സെന്റർ ഇതേപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക. രണ്ടാക്കി മടക്കിയതിന് ശേഷം ഈ സീം അലവൻസുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സീം അലവൻസ് ഒക്കെ താഴേക്ക് വരുമ്പോൾ ഒരു അൺഈവൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്യുക. അതായത് എക്സ്ട്രാ ഫാബ്രിക് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ.
നെക്ക് ഇതേപോലെ ക്യാൻവാസ് പേപ്പറിൽ വരച്ചിട്ടുണ്ട്. ഒന്നുമില്ല, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത സെയിം നെക്ക് ക്യാൻവാസ് പേപ്പറിൽ വരച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഏത് ഫാബ്രിക്കിലാണോ വേണ്ടത് വെച്ചാൽ ആ ഫാബ്രിക്കിൽ ഒന്ന് അയൺ ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് മാത്രം ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് എന്താണോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വെച്ചാൽ അതേ ഷേപ്പ് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുന്നുണ്ട്. അതിന്റെ കറക്റ്റ് മുകളിലായിട്ട് ഈ ഒരു ക്യാൻവാസ് പേപ്പർ വെക്കുന്നുണ്ട്. വെക്കുന്ന സമയത്ത് 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് വിട്ടിട്ടുണ്ടല്ലോ, ആ ഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ക്യാൻവാസ് പേപ്പറിന്റെ എൻഡിലൂടെ ആയിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ബിഗ്നേഴ്സിന് വേണ്ടി ഒന്നുകൂടെ എടുത്തു പറഞ്ഞേ ഉള്ളൂ. ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ എന്താണോ ഷേപ്പ് വരച്ചിരിക്കുന്നത് ആ ഷേപ്പ് പ്രകാരം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ കോർണറിലൊക്കെ ചെറിയ രീതിയിൽ ഒരു കട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നിവർത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒരു നെക്കിന്റെ ഷേപ്പ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ബാക്ക് പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ഒന്നിച്ച് ഉള്ളോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുക കേട്ടോ. ആ നെക്ക് പതിച്ചടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾ ഈ ഒരു ബ്ലൗസിന് ബാക്കിൽ ഹൂക്ക് അല്ലെങ്കിൽ ബാക്കിൽ സിബൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊടുത്തെടുക്കുക. അതൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് സൈഡിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൽ എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് കൊടുക്കാന്ന് ചെയ്തിട്ടുണ്ട്. അടുത്ത റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് അത് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ബാക്കിൽ ഹൂക്കോ അല്ലെങ്കിൽ സിബോ കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് സ്ലീവും കൂടി എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്നുള്ളത് കാണിക്കാം. ഓൾറെഡി സ്ലീവിന് വേണ്ടിയിട്ട് ഒരു പഫ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെന്റർ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ഞാൻ കുഴിച്ചു കട്ട് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ സെന്റർ ഷോൾഡർ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് ഒരു എൻഡിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടാവും. ഈ ഫാബ്രിക്കിനെ നമ്മൾ പ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതേപോലെ രണ്ട് സൈഡിലും ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു ലൈറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ ഓൾറെഡി ഗ്യാദേഴ്സ് കൺവേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാം. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും പ്ലീറ്റ് കൊടുക്കുമ്പോൾ ഒരേപോലത്തെ പ്ലീറ്റ് കൊടുക്കുക. അതായത് ഫ്രണ്ടിൽ എത്ര പ്ലീറ്റ് കൊടുക്കുന്നോ അത്ര തന്നെ പ്ലീറ്റ് ബാക്കിലും വരുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അതേപോലെ ചെയ്തെടുക്കുക. ഓപ്പോസിറ്റും സെയിം ഇതേപോലെ തന്നെ ഒന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവിന് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നേരത്തെ നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നു. അതിലേക്ക് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണ് എടുക്കുന്നത്. ഈ സ്ലീവ് എൻഡ് ചെയ്യുന്ന ഭാഗത്തുള്ള നിങ്ങളുടെ സ്ലീവിന്റെ വിഡ്ത്ത് എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിന്റെ വിഡ്ത്ത് അതേപോലെ എടുക്കാം, അതിൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാം. സീം അലവൻസിനും കൂടി വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക കേട്ടോ. എനിക്കിവിടെ കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് 10 ആണ്. ഞാൻ അതേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതിൽ നിന്ന് കുറച്ചിട്ടൊന്നുമില്ല. ഒരു പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹോളിലേക്ക് ഈ ഒരു എലാസ്റ്റിക് കടത്തിയെടുക്കുക. ഇതിന്റെ രണ്ട് എൻഡിലായിട്ട് ഇതേപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിന്റെ ബോട്ടം ഭാഗം എങ്ങനെയാ ഫിനിഷ് ചെയ്യാന്നുള്ളത് നോക്കാം. പാറ്റേൺ മേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. 1 ഇഞ്ച് ലെങ്ത്തിൽ നമ്മുടെ ബോട്ടം വിഡ്ത്ത് എത്രയാണോ അത്രയും വിഡ്ത്തിൽ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ലൈനിങ്ങിൽ ഇതേപോലെ അയൺ ചെയ്തതിന് ശേഷം ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് സൈഡിന്റെ നല്ല വശത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, സീം അലവൻസിന്റെ ഭാഗത്തേക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ മറിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ഈ താഴ്ഭാഗത്തായിട്ടൊരു സ്റ്റിച്ച് ഉണ്ടാവും. അത് കുറച്ച് വിഡ്ത്തിലായിരിക്കും, അതായത് 1 ഇഞ്ച് വിഡ്ത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റിച്ച് പുറമേ കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉള്ളോട്ട് എടുത്തിട്ട് ഉള്ളിലൂടെ ഹെം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതല്ല സ്റ്റിച്ച് വന്നാൽ കുഴപ്പമില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. ഇനി ഫ്രണ്ട് സൈഡ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ഫ്രണ്ട് പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടാക്കി മടക്കുന്ന സമയത്ത് എത്രയാണോ വിഡ്ത്ത് ആ വിഡ്ത്തിനനുസരിച്ചിട്ട് ക്യാൻവാസ് പേപ്പറും ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിൽ ഫ്രണ്ട് പീസിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്താണോ നമ്മുടെ താഴ്ഭാഗത്ത് ബോട്ടം ഭാഗത്ത് ഇരിക്കുന്ന ഷേപ്പ് വെച്ചാൽ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കുക. അതേപോലെ ഞാൻ വരച്ചിട്ടുണ്ട്.
ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് മനസ്സിലാവുള്ളൂ. വരച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു ഷേപ്പാണ്. എന്താണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ ഷേപ്പാണ് ഉണ്ടാവുക. ഇനി ഇതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പം വരച്ചിരിക്കുന്ന ലൈനിന്റെ ഉള്ളിലേക്കായിട്ടൊരു 1 ഇഞ്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് സെയിം അതേ ഷേപ്പ് തന്നെ ഒന്നും കൂടി വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് ടച്ച് ചെയ്ത് വരച്ചെടുത്താൽ മതി. അപ്പൊ ഇതേപോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിൽ അയൺ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പീസ് ചെയ്ത സെയിം ആണ്. ഈ ഒരു ഫ്രണ്ടിലേക്കുള്ള ഈ ഷേപ്പിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മെയിൻ ഫാബ്രിക്കിന്റെ ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുക. അതേപോലെ എന്താണോ നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ വരച്ചിരിക്കുന്ന ഷേപ്പ് ആ ഷേപ്പ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് പീസിൽ നമ്മൾ കട്ടിട്ട് കൊടുത്തിരുന്നു, അതുപോലെ തന്നെ ഫ്രണ്ട് പീസിലും കട്ടിട്ട് കൊടുക്കണം. ഇതേപോലെ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഷേപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യുക, എന്നാലേ നമുക്കത് ഫ്ലെക്സിബിൾ ആയിട്ട് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സീം അലവൻസിന്റെ ഭാഗത്തേക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഫ്രണ്ട് പീസിന്റെ അടിയിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഫ്രണ്ടിലൂടെ സ്റ്റിച്ച് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ ചുളിവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് കേർവ് ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ചുളിവ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മറിച്ചിടുക. എന്നിട്ട് നിങ്ങളുടെ അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങൾ ഒരു സൈഡിൽ സിബ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡിലെ സിബ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോഡ് സെറ്റ് ടോപ്പ് ആയിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന പീസുകളും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.